നമസ്കാരം. സന്ധ്യ കഴിഞ്ഞാൽ ടി വിയിൽ സീരിയൽ കാണുമ്പോൾ കൂട്ടിരിക്കും. കുഞ്ഞിനെ പോലെ ഇടയ്ക്ക് മടിയിൽ കയറിയിരിക്കും. കണ്ണൂർ ചക്കരയ്ക്കൽ കണിയന്നൂരിലെ സന്ദീപിൻ്റെ മാതാവ് നന്ദിനിക്കും പിതാവ് മോഹനനും വലിയ അടുപ്പമാണ് വീട്ടിലെത്തിയ മൂങ്ങയോട്. സീരിയൽ കാണുമ്പോൾ കണ്ണ് ടി വിയിൽ നിന്ന് മാറ്റാതെ ഈ ചെവിയൻ നത്ത് മൂങ്ങയുണ്ടാകും. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകനും നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയുമായ ചക്കരക്കല്ലിലെ സന്ദീപിനെ തേടി ഒരു ഫോൺ കോൾ വന്നത്. പള്ളിപ്പൊയിലിൽ കാറ്റിൽ പൊട്ടിവീണ തെങ്ങിൻ്റെ അകത്ത് 2 മൂങ്ങ കുഞ്ഞുങ്ങളുണ്ടെന്നായിരുന്നു വിവരം. ഒന്ന് ചത്ത നിലയിലായിരുന്നു. മൃതപ്രായമായിരുന്ന രണ്ടാമത്തെ മൂങ്ങ കുഞ്ഞിനെ വനം വകുപ്പിൽ വിവരമറിയിച്ച ശേഷം സന്ദീപ് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു. ചെറിയ ചിക്കൻ കഷ്ണങ്ങൾ വായിൽ വെച്ചു കൊടുത്താണ് വളർത്തിയത്. മെല്ലെ തൂവലുകൾ മുളച്ചു, കണ്ണുകൾ തുറന്നു, ഇര തേടി പുറത്തിറങ്ങാൻ തുടങ്ങി. ഈ മൂങ്ങ ഇന്ന് സന്ദീപിൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. രാത്രി ഇര തേടാൻ പുറത്തേക്ക്, അതിരാവിലെ തിരിച്ചെത്തും. രാത്രി വീട്ടുകാർ ഉറങ്ങാൻ പോകുമ്പോൾ മൂങ്ങയും പുറത്തു പോകും. അതിൻ്റെ സ്വാഭാവിക വേട്ടയാടൽ സമയമാണിത്. രാവിലെ 6 മണിയോടെ തിരിച്ചെത്തും. വീട്ടുകാർ എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുക്കുന്നതുവരെ വാതിലിൻ്റെയോ ജനലിൻ്റെയോ മുന്നിൽ കാത്തു നിൽക്കും. പകൽ മുഴുവനും ഷെൽഫിൻ്റെ മുകളിൽ ധ്യാനത്തിലാണ്. സന്ധ്യയ്ക്ക് മോഹനും നന്ദിനിയും ടെലിവിഷൻ ഓണാക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്നിരിക്കും. അവർ വാത്സല്യത്തോടെ കൈനീട്ടുമ്പോൾ പറന്നു വരും. ഇങ്ങനെ പകൽ വർത്തമാനം പറയാനും ഓമനിക്കാനും ഒരാളുള്ളത് നല്ലതല്ലേ എന്ന നന്ദിനിയുടെ വാക്കുകളിൽ ഒരമ്മയുടെ സ്നേഹമുണ്ട്. ചെവിയൻ നത്ത് അഥവാ ഇന്ത്യൻ സ്കോപ്സ് ഔൾ ചെവിയിൽ തൂവലുകളാൽ നിർമ്മിച്ച ചെറിയ കൊമ്പുകളാണ് ഈ മൂങ്ങയുടെ പ്രത്യേകത. രാത്രിയിൽ സജീവമാകുന്ന ഈ വേട്ടക്കാർ പ്രധാനമായും പ്രാണികൾ, എലികൾ, ചെറിയ പക്ഷികൾ എന്നിവയും ഭക്ഷിക്കുന്നു. മികച്ച കാഴ്ചശക്തിയും കേൾവിയുമാണ് ഇത്തരം മൂങ്ങകൾ. സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കുന്നവയാണ്. എന്നാൽ വീട്ടുകാരോട് ഭയമോ അക്രമ സ്വഭാവമോ കാണിക്കാതെയാണ് കുടുംബത്തിൻ്റെ ഭാഗമായി ഇത് ഇന്ന് പെരുമാറുന്നത്.